നമസ്കാരം. മൂന്നാല് പേര് ചേർന്ന് എൻ്റെ കൈ പിടിച്ച് പിന്നിലേക്ക് കെട്ടി. അല്ല പിള്ളേച്ച, കയ്യിൽ പിടിക്കുമ്പോൾ എങ്ങനെയാ പെടലി ഉളുക്കുന്നേ? കഴുത്തേ നല്ലിയോടോ കൈ മുളയ്ക്കുന്നേ? മീശമാധവനിൽ കഴുത്തുളിക്ക പിള്ളേച്ചനോട് പെടലി ചോദിക്കുന്ന ഒരു ഡയലോഗാണിത്. ഗോവിന്ദൻ അടക്കാനാകാത്ത സങ്കടത്തോടെ പറഞ്ഞത് മൂന്നാല് പേര് ചേർന്ന് വീണ ജോർജിൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെരുക്കുകയും കൈ പിടിച്ച് തിരിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ സംശയം മാറി. കൈപിടിച്ച് തിരിക്കുക മാത്രമാണ് ചെയ്തതെങ്കിൽ തീർച്ചയായും സംശയം തോന്നുമായിരുന്നു. അല്ല പിള്ളേച്ച, പിന്നെയും സംശയം. 3 KSUക്കാർ കരിങ്കൊടി വീശുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. വീണ ജോർജ് തല ഉയർത്തി നിന്ന് അവരെ പോരിന് വിളിക്കുന്നു. ഒന്നടങ്ങൂ പ്ലീസ് എന്ന പോലീസുകാർ അപേക്ഷിക്കുന്നു. അപ്പോൾ പെണ്ണായ ഞാനോ വിറയ്ക്കുന്നില്ല, ആണായ നിങ്ങൾ വിറപ്പതെന്തേ എന്ന് ഉണ്ണിയാർച്ച ജോനകന്മാരോട് ചോദിച്ചതുപോലെ ചോദിച്ചുകൊണ്ട് വീണ ജോർജ് വായിൽ കിടന്ന നാക്കെടുത്ത് ഉറിമി പോലെ ചുഴറ്റി അടിക്കുന്നു. നാക്കെടുത്ത് വല്ലാതെ വീശിയാൽ കഴുത്തുളുക്കുന്നത് സ്വാഭാവികം. അതെങ്ങനെയാണ്? കഴുത്തിനുള്ളിൽ നിന്നല്ലിയോടോ നാക്ക് മുളയ്ക്കുന്നത്? 3 തേമ്പിയ KSUക്കാർ, 50ഓളം പോലീസുകാർക്ക് നടുവിൽ സുരക്ഷിതയായി ബാഗും തൂക്കി നടന്നു വരുന്ന വീണ ജോർജ്. സ്ഥലം കണ്ണൂരാണെന്നോർക്കണം. പൊന്നത്തങ്കം മുതൽ പോർവിളി വരെ മുഴങ്ങുന്ന നാട്, പാർട്ടി കോട്ട. കരിങ്കൊടി വീശിയപ്പോൾ തന്നെ 3 പോലീസുകാർ പ്രതിഷേധക്കാരെ ചുരുട്ടിക്കൂട്ടി എടുത്തുകൊണ്ടുപോയി. ഉടുമുണ്ടിൽ തന്നെ അവന്മാരെ പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. സമരക്കാർ പോയപ്പോഴേക്കും മാറി നിൽക്കടാ മുണ്ടയ്ക്കൽ ശേഖര, എൻ്റെ വഴി മാറടാ എന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രി കലിതുള്ളുകയായി. അപ്പോൾ കഴുത്തിനുമില്ല പ്രശ്നം, നാക്കിനുമില്ല പ്രശ്നം. തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് സഭാനാഥൻ്റെ അരികിൽ കഴുത്തുവേദനയോടെ ഇരുന്ന് മുഖ്യൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന തീർത്തും അവശയായ വീണ ജോർജിനെയാണ്. സംഭവത്തിന് ശേഷം പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുന്ന വീണ ജോർജ് സന്തോഷവതിയായി എല്ലാവരോടും കാര്യം പറയുന്നുമുണ്ട്. ഡോക്ടർമാർ വൂൺ സർട്ടിഫിക്കറ്റ് എഴുതുന്നത് പോലെ ഷംസീർ അവറുകൾ പരിക്കിൻ്റെ വിവരങ്ങൾ പറയുന്നു. പിന്നെ നമ്മൾ കാണുന്നത് അത്യാഹിത വിഭാഗത്തിൽ നിന്നുള്ള രംഗങ്ങളാണ്. കഴുത്തിൽ കോളർ ബാൻഡ് ധരിച്ച് അവശ നിലയിൽ കിടക്കുന്ന വീണ ജോർജ്. ആ സീനിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നു വരുന്നു. അതോടെ ആരോഗ്യമന്ത്രി തീർത്തും അവശയാകുന്നു. നിമിഷങ്ങൾക്കകം കേരളത്തിലാകെ പ്രതിഷേധം അലയടിക്കുകയായി. കരയാതെ പിടിച്ചു നിൽക്കാൻ സെക്രട്ടറി ആവുന്നത്ര ശ്രമിക്കുന്നു. അതിക്രൂരമായ കടന്നാക്രമണമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മന്ത്രിയെ അപായപ്പെടുത്താനുള്ള നീക്കമെന്ന് KK രാഗേഷ്. വകവരുത്താനായിരുന്നു ലക്ഷ്യമെന്ന് ശിവൻകുട്ടി. VD സതീശൻ്റെ ആഹ്വാനമെന്ന് P ജയരാജൻ. ഇതുവരെ അരങ്ങേറിയ നാടകങ്ങൾ പൊളിഞ്ഞതുപോലെ തന്നെ ഇതും പൊളിഞ്ഞു. കാരണം സമരക്കാരെ വിറപ്പിച്ചു വിടുന്ന വീണ ജോർജ് ആക്ഷൻ രംഗം കഴിഞ്ഞ് വീറോടെയാണ് നടന്നുപോയത്. പോലീസുകാർ എത്രമാത്രം ബലം പ്രയോഗിച്ചെന്നോ മന്ത്രിയെ പിന്തിരിപ്പിക്കാൻ. കയ്യിലൊരു തോക്കുണ്ടായിരുന്നെങ്കിൽ വീണ ജോർജ് വെടിവെച്ചേനെ. ഇത്രയേറെ മാരകമായ പരിക്കുണ്ടായിട്ടും തൻ്റെ സ്വന്തം ആശുപത്രിയിൽ തന്നെ പോകാനുള്ള മനസ്സുണ്ടായല്ലോ. ഒരു പെൺമന്ത്രിക്ക് നേരെ ഇങ്ങനെ മാരകമായ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പ്രതിഷേധിക്കണം. പക്ഷേ എങ്ങനെ വീണയുടെ കഴുത്തുള്ളിക്കിയെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സമരക്കാരായ അല്പപ്രാണികൾക്ക് നേരെ വെട്ടിത്തിരിഞ്ഞപ്പോൾ ഉളുക്കിയതായിരിക്കുമോ? അതോ പോലീസുകാർ അനുനയിപ്പിക്കുന്നതിനിടെ സംഭവിച്ചതാകുമോ? സമരക്കാർ 7 അടി അകലെ നിന്ന് കരിങ്കൊടി വീശിയാൽ മന്ത്രിയുടെ കൈ മുറിയുകയോ കഴുത്തിൽ വേദന വരികയോ ചെയ്യുമോ? സത്യത്തിൽ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പോലും കമ്മികളെ ആരും വിശ്വസിക്കാത്തത്? കണ്ട ദൃശ്യങ്ങളിലൊന്നും ഒരു കൈപ്പാടകലെ പോലും സമരക്കാരില്ല. 3 പീറ KSUക്കാരെ തുരത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആഭ്യന്തരം ഭരിക്കുന്നത് ഏത് മരവാഴയാണെന്ന് ചോദിക്കേണ്ടി വരും. കഴിഞ്ഞ 2-3 ദിവസമായി നടക്കുന്ന റിഹേഴ്സലിൻ്റെ ഭാഗമായിരിക്കും ഇതും. സമരക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള വല്ലാത്തൊരു അഭിവാഞ്ചയുണ്ട് ഈ മന്ത്രിക്ക്. കയ്യോ കാലോ ഒന്ന് പോറിക്കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നാണ് ചിന്ത. ഷാഫി പറമ്പലിൻ്റെ മുഖത്തടിച്ച പോലീസുകാർ മൂക്കിൻ്റെ പാലം തകർത്തു. അപ്പോഴീ നാട്ടിലെ അന്തംകമ്മികൾ ചുവപ്പ് മഷിക്കുപ്പി മറിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളിട്ടാണ് ആ മനുഷ്യനെ പരിഹസിച്ചത്. പിന്നെ കുറേ ചോദ്യങ്ങളും. എന്തിനു ദൂരെയുള്ള ആശുപത്രിയിൽ പോയി? ഷേവ് ചെയ്യാതെ എങ്ങനെ മുറിവ് വെച്ച് കെട്ടി? മൂക്കിൻ്റെ പാലത്തിൽ പൂടയില്ലെന്ന് പോലും ഇവന്മാർക്കറിയില്ല. തലയ്ക്കടി വാങ്ങിയാൽ മൂക്കിലൂടെ ചോര വരുമോ? മൂക്കിൻ്റെ പാലം തകർന്നതിന് എന്തിനാണ് ചക്രക്കസേരയിൽ ഇരിക്കുന്നത്? ഇതൊക്കെയായിരുന്നു ചോദ്യം. പക്ഷേ ഇപ്പോഴോ? മറുചോദ്യം ചോദിക്കാൻ കൊങ്ങികൾക്ക് കിട്ടിയ അവസരമാണിത്. കരിങ്കൊടി വീശിയാൽ മന്ത്രിയുടെ കഴുത്തുളുക്കുമോ? കയ്യിലെ ചുവന്ന അടയാളം നേരത്തെയും ഉള്ളതല്ലേ? ഉമ്മൻചാണ്ടിയുടെ നെഞ്ചത്തും നെറ്റിക്കും കല്ലെടുത്തെറിഞ്ഞ സംഭവത്തിൽ അന്ന് പിണറായി ആക്ഷേപിച്ചത് ഇപ്പോഴും ഓർക്കുന്നു. ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അത് തെറിച്ചു പോകണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ നെഞ്ചെന്താ ഇരുമ്പിൻ കൂട് കൊണ്ട് നിർമ്മിച്ചതാണോ എന്നായിരുന്നു പരിഹാസം. നിയമസഭയിൽ KK രമയ്ക്ക് വാച്ചാൻപാടുമായുള്ള മൽപ്പിടുത്തത്തിൽ കൈക്ക് തകരാറ് പറ്റിയപ്പോഴും ഇതുതന്നെ അവർ ചോദിച്ചു. കയ്യിലെ പൊട്ടൽ നാടകമാണെന്നായി. പ്രതിപക്ഷ MLAക്ക് വേണ്ടി കള്ള സർട്ടിഫിക്കറ്റ് എഴുതാൻ ഡോക്ടർ തയ്യാറാകില്ല എന്ന് പോലും ഈ കമ്മികൾക്കറിയില്ല.
ഇന്നലെ പരിക്കേൽക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് വീണ ജോർജ് പങ്കെടുത്തത് മട്ടന്നൂരിലെ ഒരു പരിപാടിയിലായിരുന്നു. അവിടെ എടുത്ത ചിത്രങ്ങളിലും ഈ അടയാളം കാണാം. കഴിഞ്ഞ ദിവസം പങ്കെടുത്ത മിക്ക പരിപാടികളുടെ ചിത്രങ്ങളിലും ഈ മാരകമായ പരിക്ക് കാണാം. ഈ ചിത്രങ്ങൾ കോൺഗ്രസ് നന്നായി പ്രചരിപ്പിക്കുന്നുണ്ട്. മുൻകൂട്ടി പരിക്കുണ്ടാക്കുന്ന പരിപാടിയായിപ്പോയി ഇത്. AKG തിയേറ്റേഴ്സിൻ്റെ തട്ടിൽ പൊളിഞ്ഞ പല നാടകങ്ങളും നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ തട്ടിൽ കയറും മുമ്പേ പൊളിഞ്ഞ നാടകമായി മാറി. അല്ലെങ്കിൽ തന്നെ ഇതൊരു മാരകമായ പോറലാകുന്നത് എങ്ങനെയാണ്? ഗോവിന്ദൻ പറയുന്നത് KSUക്കാർ കഴുത്തിൽ ഞെക്കി കൈപിടിച്ച് തിരിച്ചു എന്നൊക്കെയാണ്. സത്യത്തിൽ കഴുത്തുളുക്കിന് MRI സ്കാനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. കോട്ടയ്ക്കലോ ജയഭാരതത്തിലോ പോയി ഇത്തിരി പ്രപഞ്ചനം കുഴമ്പ് വാങ്ങി കഴുത്തിൽ പുരട്ടുക, എന്നിട്ട് കിഴി പിടിക്കുക. കത്രിക വെച്ചുള്ള ഒരു പരിപാടിക്കും ദയവായി വീണ സമ്മതം കൊടുക്കരുത്. കരിങ്കൊടി കാണിച്ചതിന് MRI സ്കാനിംഗ് വേണ്ടി വരുന്ന ലോകത്തെ ആദ്യ മന്ത്രിയാണ് നമ്മുടെ വീണ ജോർജ്. എന്നെ കൊല്ലാൻ വന്നേന്ന് പറഞ്ഞുകൊണ്ട് അത്യാഹിത വിഭാഗത്തിൽ കയറി കിടന്നു. ആരോഗ്യമന്ത്രി കമ്മികളെയൊക്കെ അങ്ങനെ വൈകാരികമായി ഉണർത്തി. കേരളത്തിൽ എവിടെ നിന്നാലും വീണ ജയിക്കുമെന്ന് വെറുതെയല്ല രാജു എബ്രഹാം പറഞ്ഞത്. സമരക്കാരെ പോലീസ് കൊണ്ടുപോയ ശേഷം വീണ അലറിയത് ഒന്നുകൂടി വാട എന്നായിരുന്നു. 1-ാം പ്ലാറ്റ്ഫോമിൽ മാധ്യമപ്രവർത്തകരോട് കുശലം പറഞ്ഞ ശേഷം ലിഫ്റ്റ് വഴി 3-ാം പ്ലാറ്റ്ഫോമിലെത്തിയ ശേഷമാണ് മന്ത്രിക്ക് കഴുത്ത് വേദന തുടങ്ങിയത്. ബഹുമാനപ്പെട്ട ചെയർ വേദന സാക്ഷ്യപ്പെടുത്തിയതോടെയാണ് പിന്നീടുള്ള സംഭവങ്ങളെല്ലാം അരങ്ങേറിയത്. എന്തായാലും പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ മന്ത്രിയുടെ ചികിത്സ. കഴുത്തിൽ നിന്നും വെടിയുണ്ടയുടെ ചീളോ മിസൈലോ വല്ലതും കണ്ടെടുത്താലും അതിശയപ്പെടാനില്ല. ആയുധധാരികളായ KSUക്കാരുടെ ഭീകരാക്രമണത്തിൽ നിന്നും പൊരുതി ജയിച്ച മന്ത്രി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പ്രചാരണം. വീണ പ്രതിഷേധക്കാരോട് കയർക്കുമ്പോൾ പോലീസുകാർ ബലം പ്രയോഗിച്ച് മന്ത്രിയെ പിന്തിരിപ്പിക്കുന്നത് കാണാം. ഈ ചെറിയ മേലുവേദനയ്ക്ക് ICU വേണ്ടി വന്നെങ്കിൽ 5 വർഷം വയറ്റിൽ കത്രിക ചുമ്മി നടന്ന ആ സ്ത്രീകളൊക്കെ എത്രമാത്രം വേദനിച്ച് കാണും. ചികിത്സാ പിഴവ് കാരണം കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന ആ കുട്ടി എന്തുമാത്രം വേദന അനുഭവിച്ച് കാണും. അതൊക്കെ നോക്കുമ്പോൾ ഈ വ്യാജ പരിക്കിൻ്റെ വേദന എത്ര നിസ്സാരമായിരിക്കും. ഏതെങ്കിലും എതിരാളികൾക്ക് പോലീസിൻ്റെ ലാത്തിച്ചാർജിൽ ചോര വന്നാൽ ചുവന്ന മഷിക്കുപ്പിയിട്ട് പരിഹസിക്കുന്നവന്മാർ ഇപ്പോൾ കരയുകയാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ, അവനവനും വേണ്ടപ്പെട്ടവർക്കും വേദനയുണ്ടാകുമ്പോൾ നമുക്കും വേദനിക്കും. അല്ലാത്ത വേദനകൾ വ്യാജവും പരിഹാസ്യവുമാണ്. സത്യത്തിൽ വീണ ജോർജിന് വേണ്ട സംരക്ഷണം കൊടുക്കാൻ കേരള പോലീസിന് കഴിയുന്നില്ല. കണ്ണൂരിൽ ഇന്നലെ പലയിടത്തും മന്ത്രിയെ തടഞ്ഞതാണ്. എന്നിട്ടും പോലീസുകാർ അവരെ KSU ഭീകരന്മാർക്ക് കരിങ്കൊടി വീശാനായി വിട്ടുകൊടുത്തു. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ ഡേറ്റാ മോഷണത്തിൽ നിന്നും തൽക്കാലം ശ്രദ്ധ തിരിച്ചുവിടണം. അതിനാണ് വീണ പുതിയ ഒരു നാടകം എഴുതി അവതരിപ്പിച്ചത്. നാടകത്തിൻ്റെ പേര് അയ്യോ എൻ്റെ കഴുത്ത്. വിപ്ലവത്തിൻ്റെ പൂമരത്തണലിൽ വാടി നിൽക്കുന്ന ഒരു പുതു കമ്മ്യൂണിസ്റ്റാണ് വീണ ജോർജ്. കരിങ്കൊടിയും പ്രതിഷേധവുമൊക്കെ അവരെ വല്ലാതെ അസഹിഷ്ണുതയുണ്ടാക്കും. വെല്ലുവിളിച്ചും പൊങ്ങച്ചം പറഞ്ഞും സർക്കാരിൻ്റെ മഹത്വം പറഞ്ഞും തിരുമനസിനെ വാഴ്ത്തിയും റിപ്പോർട്ട് ചോദിച്ചും നടക്കുന്നതല്ലാതെ വീണയ്ക്ക് രാഷ്ട്രീയമായ മെയ്വഴക്കങ്ങൾ ഒന്നുമില്ല. താങ്ങാൻ ഒരുപാട് പേരുണ്ടെങ്കിൽ തളർച്ചയുടെ ആഘാതം കൂടുമെന്ന് പറയാറുണ്ട്. അതാണ് വീണയുടെ കാര്യത്തിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.